ഇതൊക്കെ അവരെ ഏൽപ്പിച്ച് പോകുമ്പോഴും ഞാൻ വിചാരിച്ചു ഇവരെന്താ ചെയ്യാവോ എന്നുള്ളത്. പക്ഷേ നമുക്കിതേ ഞാനിത് വെറുതെ ഒരു കൊമ്പ് ഇങ്ങനെ പിടിച്ച് കാട്ടിത്തരാം. അത് കാരണം ഞാനൊരു ഒറ്റെണ്ണം നാശാക്കി കളയില്ല. നോക്കിയേ അവരിതാ വിജോടക്കണ്ട കൊത്തി പറിക്കും. പറഞ്ഞോട്ടാ പൈനാപ്പിൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. നമ്മളേ വീട്ടിൽ വന്ന് കയറിയ വൈക്ക് മക്കൾ ആദ്യം പറഞ്ഞ കാര്യം എന്നിട്ടാന്നറിയും, അമ്മയുടെ ചക്ക അവിടെ പഴുത്തിട്ടുണ്ടെന്ന്. കാരണം ഞാൻ അവരോട് ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ അല്ലൂനെയും പേളീനെയും അതുപോലെ നമ്മുടെ സിംബേനെയൊക്കെ ഏൽപ്പിച്ച പോലെ ചക്കേനും കൂടി പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ണി ചക്ക പഴുക്കുണ്ടോ നോക്കിയോട്ടാന്ന്. കാരണം നമ്മുടെ ഒരു പുതിയൊരു പ്ലാവുണ്ടായിരുന്ന ഒരു ചക്കയാണ്. അപ്പോൾ അത് പഴുത്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞു നോക്കണേ. നല്ല മണം വരുന്നുണ്ട് എന്നൊക്കെ പണ്ടായിരുന്നു. നോക്കട്ടെ. ഞാനാണെങ്കിൽ ഒരു കയറ് കയറല്ല സഞ്ചിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴുക്കണേക്കാൾ മുന്നേ തന്നെ കൊത്തിലുണ്ടായിരുന്നേ. അയ്യോ ഇത് ഒന്ന് വിട്ടിട്ടിരിക്കണേ. നോക്കിയേ കണ്ട വിട്ടിട്ടായിരിക്കണത്. ഇപ്പം തന്നെ വിട്ടിട്ടുള്ളൂ കേട്ടോ. അതേ പശിക്കുണ്ട്. എന്താ മുളഞ്ഞാൻ വന്നിട്ടുണ്ട്. ഭാഗ്യം. ഇത് മാത്രമേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പഴുത്ത് പോവാവോ എന്ന്. എന്തായാലും അവിടെ കൊണ്ടുപോയിട്ടേ ആക്കാം. കണ്ട നല്ല വലിപ്പുള്ള ചക്കയാണ് നമ്മുടെ അത്. എന്തിനെല്ലാം വേണം അടുത്തേക്ക് ചെല്ലുന്നത് നല്ല വേണം. അപ്പൊ എന്തായാലും എന്താ ഗോവയ്ക്ക് പോയി വന്നിട്ട് ആദ്യം തന്നെ ചക്ക തന്നെ അറിയാം നമുക്ക്. ചക്ക വെട്ടി ടാവാന്ന് വെച്ചിട്ട് ഞാൻ അടുത്ത പരിപാടി ഷായിട്ടും പറമ്പിലുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ചിട്ടാവാം. കണ്ട ഇത് പുതിയ വിയറ്റ്നാം വെള്ളിമത്തെയാണ്. ഇത് മുന്നേ 2 ചെറുതായിരുന്നു കിട്ടിയത്. ഇത് പക്ഷെ വലുതായിരുന്നു. അപ്പം ഞാൻ അത് പിന്നെ നിർത്തി പഴിപ്പിക്കണം വെച്ചിട്ടാണ് അങ്ങനെ നിർത്തി പോയത്. അല്ലെങ്കിൽ നമ്മൾ പോകണ ദിവസം തന്നെ ഇട്ടൂടെ കൊണ്ടേക്കാന്ന് വിചാരിച്ചു. അപ്പം നോക്കിയപ്പോൾ വേണ്ട, നിന്ന് പഴിക്കണേ ഒരു ടേസ്റ്റ് കൂടുതലോ. അപ്പം നമുക്ക് വെട്ടാം. വിയറ്റ്നാം വെള്ളിക്ക് വലിയ മുള ഞാനൊന്നും ഉണ്ടാവാറില്ല. എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം വെളിച്ചെണ്ണ. ഹായ് എന്താ ഭംഗി നോക്കിയേ. കണ്ട ഞാൻ പറയാമല്ലോ, നമ്മുടെ വിയറ്റ്നാം വേലിയുടെ ചോള ഭയങ്കര ഓറഞ്ച് കളർ പോലെയാണ്. വീഡിയോയിൽ അങ്ങനെ ഞാൻ തോന്നുന്നു കാണുന്നത്, എനിക്കറിയില്ല. എനിക്കിങ്ങനെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഓറഞ്ച് കളറാണ്. കാരണം നല്ല നീളമുള്ള ചോളയാണ് കേട്ടോ. ഇതേ ഒരു ചോള ഞാൻ ഇവിടുന്ന് കാട്ടിത്തരാം. നമ്മൾ ആദ്യം അമ്മമാർ ചക്ക വെട്ടുമ്പോൾ ആദ്യം തന്നെ ഇതേപോലെ പൊന്തിക്കുന്നത് പറിക്കും. കണ്ടോ നീളം നോക്കിയേ ചോളയുടെ നല്ല നീളമുണ്ട്. അപ്പം ഞാൻ കുറച്ച് പറിച്ചിട്ട് വേണം ഷായിട്ടിന് കൊടുക്കട്ടെ. ഷായിട്ടിനാണ് ഇവിടുത്തെ എന്താ പറയുക ചക്കയുടെ മെയിൻ ആള്. മക്കൾക്കൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, അവരിങ്ങനെ കഴിക്കുന്നുള്ളൂ. കണ്ട ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വിയറ്റ്നാം വെള്ളിക്ക് പശ കുറവാന്ന്. കണ്ട ഭയങ്കര മുള ഞാൻ കുറവാ. നമ്മുടെ വിയറ്റ്നാം വെള്ളി ഈ ചക്കയിലെ ഈ ചക്കയുടെ കണ്ട ഞാൻ ചവണിയായിട്ട് ഇത് പറിച്ചിട്ട് പോകുന്നത്. ഈ ചവണിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ മടലായാലും നോക്കിയാൽ ഭയങ്കര കനം കുറവാണ്. കണ്ട കരിമുള്ള് കണ്ട. ഒരു ചോള നമ്മളിങ്ങോട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടേ ഈ ചവണിയൊക്കെ നമുക്ക് ഇതിലേക്കിടാം. പിന്നെ നോക്കി എത്രേ ഭാഗം പോവുള്ളൂ. ആ കരിമുള്ളിൻ്റെ ആ ഒരു കനം കുറവുള്ള ഭാഗം, ബാക്കി എല്ലാതും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. കാരണം ചോള പറിക്കുമ്പോൾ തന്നെ അങ്ങനെ വരുന്നേ. കുറച്ച് ചക്കയെ കുരു കളഞ്ഞിട്ടേ ചോള കുരു കളഞ്ഞിട്ട് ഷൈൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു. നോക്കി ഇതൊക്കെ നല്ല കനുള്ള ചവണികളാട്ടാ. അതെ എന്ത് കനുള്ള ചവണിയാ. ഇനി ഞാൻ ഇത് ഷൈൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇത് ഇപ്പം തന്നെ അകത്തേക്ക് വെക്കട്ടെ.
ഷായേട്ടനെ കാലത്ത് ഇറങ്ങിയ പറമ്പില് ഇങ്ങനെ ആകെ എല്ലാവർക്കും നടന്ന് നോക്കാറി നോക്കുക. ആ എന്റെ കുട്ടികൾക്ക് തരും. നോക്കിയൊരു പൈനാപ്പിൾ ഉണ്ടേ. ആ അത് ചെറുതാണ്, എന്നാലും ഇതെടുക്കല്ലേ. ആ ചെറുത് എന്നാലും കുഴപ്പമില്ല. അത് പക്ഷെ ഇന്നലെ ഉണ്ണിക്കൂട്ടം വിളിച്ചാൽ പറഞ്ഞോട്ടാ ഒരു പൈനാപ്പിൾ കളർ മാറിയിട്ടുണ്ടെന്നുള്ളത്. മക്കളെ ഏൽപ്പിച്ച് പോയാലും അവര് നന്നായി നോക്കിയിട്ടുണ്ട്. കാരണം ചക്ക പഴുത്തത് അത് വന്ന് കയറി വയ്ക്കി പറഞ്ഞു. അതേപോലെ തന്നെ ഇന്നലെ വിളിച്ചപ്പോൾ സമയത്ത് പറഞ്ഞു ചെയ്തു പൈനാപ്പിളിന്റെ കാര്യം. നോക്കി ഷേട്ട് നമ്മുടെ ചക്ക നമ്മുടെ മറ്റേ വീട്ടിനെ മേറില്ലേ മൂടി വെച്ചോടുന്നു സഞ്ചി അല്ല അത് അതുമ്പത്തെ ഇത്. പക്ഷെ ഈ ചക്ക ഇതിന്റെ തന്നെ സെയിം ടേസ്റ്റ് തന്നെയാ. അപ്പൊ ഇത് വീട്ടിനമ്മയുടെ വേറൊരു എന്നിട്ട് ഒരു പ്ലാവിന്റെ കൂടെ പറയാറുണ്ട്. ഞാൻ ആ പ്ലാവാന്ന് വെച്ചു ഓർമ്മയുണ്ട് ഷേട്ടിനെ. അത് ഉറപ്പായി. അതില്ലാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരില്ലെന്നറിയാം. ചക്കയല്ലേ എന്തായാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യലോ. ഇനിയിപ്പോ നീ കഞ്ഞീര് ആവശ്യമില്ല, ഇതുകൊണ്ടോ. അതെ ഞാൻ കുറച്ചുകൂടി പറിച്ചു വയ്ക്കാം. കാലത്ത് എനിക്ക് ചക്ക മതി. 2 കൊല്ലം ശരിക്കും ഞങ്ങൾ വെച്ചിട്ട് 2 കൊല്ലമായി. ഇപ്പൊ എല്ലാ 2 പ്ലാവുമ്പിലുണ്ടായി. അതന്നെ. അപ്പൊ തീവാ ഞാൻ മോട്ടർ വിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് പോവാം. അല്ലുവിന് പാല് കൊടുക്കണ കാണുമ്പോൾ ഇത് നമ്മുടെ കാക്കകൾ എത്തി. ഇന്ന് കാക്കകൾക്ക് പാലുണ്ടാവും തോന്നണില്ലേ. ഞാൻ 2 മണി തീറ്റിട്ട് തരാം കേട്ടാ. തിന്നോ. തല്ലൂടണ്ട് തിന്നെ. ഇത്ര തീറ്റ എന്നിട്ട് നിങ്ങൾ തന്നെ തല്ലൂടണേ. എന്നാ ആ അല്ലു പോയി. ആ അല്ലുവിൻ്റെ പാല് ബാക്കിയുണ്ട്. ആർക്കാ വേണ്ടേ? കാക്കയ്ക്ക് വേണോ? ടൈസിന് വേണോ? ടൈസിന് മതിയാ? ടൈസിന് കുറേ നേരം അല്ലു പാൽ കുടിക്കുമ്പോൾ ഫസ്റ്റ് വന്ന് നിൽക്കുന്നത്. പേലിക്കുട്ടിക്ക് പിന്നെ ഞാൻ പാല് കാലത്ത് ഒന്നും കൊടുക്കണ പോലെ അവൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ടൈസും കുടിക്കട്ടെ. അല്ലു പോയി. അല്ലു എന്താ പോണേന്നറിയോ? ഇതാ പേളിയുള്ള കാരണം. അത് ഞാനിപ്പോൾ എല്ലാ വീട്ടിലും പറയേണ്ട അവസ്ഥയാണ്. നമ്മളെ പോണേക്കാൾ മുന്നേ ഒരുവിധം എന്താ പറയുക ഈ കളർ കയറാൻ നിർത്തിയില്ല. നമ്മൾ ഈ കളർ കയറി കഴിഞ്ഞിട്ട് നീര് പറ്റിയിട്ടുണ്ടാവേ. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 എണ്ണം ചെറുതായിട്ടൊരു കളർ മാറി വെക്കണു. അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ചെടുക്കട്ടെ. പറമ്പിലേക്ക് പോവാം. പറമ്പിലേക്കായിട്ട് ഇറങ്ങിയത് അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഓറഞ്ചും വലുതുണ്ടോ നോക്കാൻ തോന്നിയിട്ട്. കാരണം ഒന്ന് വന്നതാട്ടാ. മാവിൻ്റെ അടിയിൽ നിൽക്കണ എല്ലാ ചെടികൾക്കും കൂട്ടാ പച്ചക്കറി തൈകൾ വെച്ചപ്പോഴത് ആ ഇലയമ്മ കണ്ട നിറച്ച് കുത്തുകൾ വരിക. മാമത്തെ പശ വീണിട്ട് നമ്മുടെ ചോളം പൊട്ടിക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളോട് പറഞ്ഞിട്ടായിരുന്നു പൊട്ടിച്ചിട്ട് പുഴുങ്ങിയോളോ അപ്പാപ്പിളിക്കുള്ളത് പൊട്ടിച്ചാൽ മതിയെന്ന്. പക്ഷെ 3 ദിവസം കൊണ്ട് അവർ ഇതാ നമ്മുടെ ഇപ്പം നിൽക്കുന്നുണ്ടായിരുന്നത് എല്ലാ ചോളാനും. കാരണം ഇവിടെ എൻ്റെ മക്കൾക്കൊരു സ്വഭാവമുണ്ട്. ഞങ്ങളുടെ മക്കൾക്ക് എന്നിട്ടാണെങ്കിൽ ചോളം ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണത്തിനോടും ഇഷ്ടമല്ല. ഒരു നേരം ചോളം തന്നെ പുഴുങ്ങി കഴിച്ചോളൂ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുള്ള കാരണം നോക്കിയേ. ചോളം അല്ലാതെ അവർ അവസാനിപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല കേട്ടാ, ഞാനൊരു കാര്യം കൂടി എൻ്റെ മക്കളിൽ നിന്നിട്ട് പഠിച്ചു ഈ ടൂർ പോക്കില്ലേ. കാരണം ആദ്യമായിട്ടാണ് കുട്ടികളെ കൊണ്ടുപോകാണ്ട് ഞങ്ങളൊരു ടൂർ പോയിട്ടുള്ളത്. മറ്റേതൊക്കെ ഞങ്ങൾ മക്കളും കൂടി കൊണ്ടുപോകും ടൂറ്. അപ്പോൾ ഞാനിതൊക്കെ അവരെ ഏൽപ്പിച്ച് പോകുമ്പോഴും ഞാൻ വിചാരിച്ചു ഇവരെന്താ ചെയ്യാവോ എന്നുള്ളത്. പക്ഷേ നമ്മളൊക്കെ നോക്കണ അതേപോലെ തന്നെ അതിനേക്കാൾ നന്നായിട്ട്, കാരണം നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട്. നനയിലൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. അവർ നന്നായി നോക്കി. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വരുമ്പോൾ തന്നെ അമ്മ പൈനാപ്പിൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചക്ക ആയിട്ടുണ്ടെന്നൊക്കെ ഫോണിൽ കൂടെ വിളിച്ചിട്ടും വന്നിട്ടൊക്കെ അതിലിങ്ങനെ പറഞ്ഞു വിട്ടവർ. അപ്പോൾ
നമ്മൾ വിചാരിക്കും നമ്മളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ എങ്ങനെ ജീവിക്കാമെന്ന്. ഒന്നുമില്ല, അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. എനിക്കൊരു 3 ദിവസം കൊണ്ട് മനസ്സിലായിട്ടോ. അപ്പം ഇനി എന്നിട്ടാണെങ്കിൽ ഞാൻ ഏതായാലും ഈ ചോളം അവിടെ ഒരു സ്ഥലം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിർത്തുന്നത് അത്ര നല്ലതല്ല. അപ്പം ഞാനിപ്പോൾ തന്നെ ഇതൊന്നും ഇവിടെ വലിച്ചിട്ടെ, ഇതിവിടെ വെക്കുകയും ചെയ്യട്ടെ. നമ്മൾ പിന്നെ ഈ ചോളം പൂമ്പിക്ക് നമ്മൾ ഇതിൻ്റെ ഇടയിൽ മുളകും തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോളേനനുസരിച്ച് അടുത്തത് അതിൻ്റെ ഒരു ഗ്യാപ്പിലിട്ട് അങ്ങനെ നല്ല ബലം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പണി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കും. നമ്മുടെ ഈ പച്ചമുളക് തൈ വയ്ക്കുന്ന വേഗം വേഗം ഉഷാറായുള്ളൂ. ഇനി എനിക്ക് ഇത്തിരി ചീര അരിയണം. പിന്നെ നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയുണ്ടല്ലോ, അത് നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് പൊട്ടിക്കണം. അതിനാണ് ഞാൻ കുഞ്ഞ പാത്രം എടുത്തത്. പക്ഷെ പൂമണിക്ക് നമ്മൾ പിന്നെ ഓറഞ്ചും കൂടി പൊട്ടിച്ചിട്ട് കയറിയണല്ലോ. നമ്മളന്ന് ടൂറ് പോകുമ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു 2 കോളിഫ്ലവർ ഇവിടെ നിൽക്കട്ടേന്ന്. നോക്കി ആ 2 പേര് കണ്ട നന്നായിട്ട് വലുതായി. പിന്നെ നമ്മുടെ ക്യാരറ്റ് കാട്ടിയാലായിട്ടാ, ക്യാരറ്റ് ഇതേപോലെ പറിക്കാറായിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് നമ്മുടെ ക്യാരറ്റാണ്. അപ്പോൾ ഒരു ക്യാരറ്റ് ഇതേ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണാൻ എളുപ്പമാണ്. കണ്ടാ നിൽക്കണേ, നല്ല വലിയ ക്യാരറ്റാട്ടാ. ഓ എന്താ ബഹളം അവിടെ. ചിക്കൻ തര കൂട്ടുണ്ട് നമ്മുടെ കോഴിക്കൂട്ടില്. പിന്നെ നമ്മുടെ പുതിയ മുളക് ഒക്കെ ഇതാ. നമ്മൾ ഒരു 2-3 ദിവസം മാറി നിന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് നമുക്ക് വരുമ്പോഴുണ്ടല്ലോ ആകെ കാട് പിടിച്ച പോലെ തോന്നുക. ഇങ്ങനെ അടിയിലൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ ആയ പോലെ ആയിട്ടുണ്ട്. അതൊക്കെ ഇനി നല്ല പണിയാട്ടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്. നമ്മുടെ ഇത് നോക്കിയേ, എന്താണെന്നറിയോ, ബജ്ജി മുളക്. ഇതേ കുഞ്ഞൊരു കടയമയാണ് കണ്ട, നീളം കണ്ട ബജ്ജി മുളകിൻ്റെ. നോക്കിയത് ഇപ്പുറത്ത് വന്നാലും നോക്കിയേ, ഇതൊരു കട എൻ്റെ കയ്യിൽ വെച്ച് കാട്ടിയതാട്ടാ. ചെറിയൊരു കടയാ, താങ്ങണം കൂടി ഇല്ല അവർക്ക്. നമ്മുടെ എന്താ പറയുക, ഞൊട്ടാഞ്ഞൊടിയാണ് ഇപ്പം ഇന്ന് മെയിനായിട്ട് പൊട്ടിക്കുന്നത് വിചാരിച്ചിട്ടുള്ളത്. ഫുള്ള് ചീരയാണ്. നമ്മൾ അന്ന് പോകുമ്പോൾ അരിഞ്ഞതാ. പക്ഷേ എന്നിട്ട് പോലും കണ്ട കുറേ പേര് കതിര് വന്നു. നമ്മുടെ ഈ ഞൊട്ടാഞ്ഞൊടിയൻ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നോക്കിയേ, ഒരൊറ്റ കടയാന്ന് ആലോചിക്കണം കേട്ടാ. ഇതിൻ്റെ ഇടയിൽ ചീരും കൂടി മുളച്ചിട്ടുള്ള കാരണമാണ്. നോക്കി അത്ര വലിയ കട. ഇതിൻ്റെയൊക്കെ ഓരോ കടയുമ്പോൾ നോക്കി ഈ ഒരു കടയുമ്പോൾ എങ്ങനെ പോലെ 200 ഉറപ്പായിട്ടുണ്ട്. കാരണം നമുക്കിതേ ഞാനിത് വെറുതെ ഒരു കൊമ്പ് ഇങ്ങനെ പിടിച്ച് കാട്ടിത്തരാം. അപ്പോൾ അടിയിലേക്ക് നോക്കുമ്പോൾ നോക്കിയേ, തുരുതരാന്നാണ് നിറച്ചുണ്ടായിട്ടുള്ളത് കേട്ടാ. ഇത് എല്ലാ കൊമ്പും. കാരണം ഇത് അത്രയും നല്ലതാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പറയണത്. ഇപ്പം അത് കാരണം ഞാനൊരു ഒറ്റെണ്ണം നാശമാക്കി കളയില്ല. പഴുക്കണത് പൊട്ടിച്ചെടുക്കും. ഇത് വെക്കായാലും നോക്കി ഇങ്ങനെ മറിച്ച് പിടിക്കണം. അപ്പോൾ അറിയാം നമുക്ക് ഇതുമ്പത്തെ കായകൾ അത്ര അധികം ഉണ്ട്. എന്തായാലും ഞാനത് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടാ. നല്ല പഴുത്ത് നോക്കി. കാരണം ഇത് നല്ലതായി പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളറായിട്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ മാത്രമേ നമ്മൾ പൊട്ടിച്ചെടുക്കണുള്ളൂ കേട്ടാ. ഇപ്പോൾ ഞാൻ പൊട്ടിച്ച് കാട്ടി തരാം. കണ്ട ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് പൊട്ടിക്കാം കേട്ടാ. നോക്കിയേ, ദേ കണ്ട വലിപ്പം നോക്കിയേ. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ എത്തിയാൽ ഞാനൊന്നും കാട്ടിത്തരാം. കണ്ട എത്രയും വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പൊട്ടിക്കാം. ഇപ്പം നോക്കിയേ, നമ്മൾ ഇത്രയും പൊട്ടിച്ചു കൊടുത്തുട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമുക്ക് ഇനി എല്ലാ ദിവസവും പറമ്പിൽ വരുമ്പോൾ ഒരു 4-5 ദിവസം പൊട്ടിക്കാൻ കിട്ടും. എന്ത് രസമെന്നറിയോ, കഴിച്ച് കാണിച്ചു തരണ. വെറുതെ ഇങ്ങനെ പൊട്ടിച്ചേണ്ട വലിപ്പം നോക്കിയാൽ ശരിക്കും കയ്യിൽ ഇടുമ്പോൾ
ഗോൾഡൻ ബെറി എന്നും പറയും കേട്ടോ. കുറേ പേർക്ക് ആ പേര് പറഞ്ഞാൽ അറിയുള്ളൂ. കാരണം ഇത് പഴുത്ത് വരുമ്പോഴാണ് നല്ല ഗോൾഡൻ കളർ വരിക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ മാർക്കറ്റിലൊക്കെ ഇതിന് കിലോന് 3000 രൂപയ്ക്ക് ഉണ്ടെന്നാണ് പറയണേ. പുറത്ത് നമ്മുടെ ഇവിടെ അല്ല കേട്ടോ, പുറത്ത്. ഇവിടെ നമ്മുടെ അവിടെ അത്ര ആർക്കും ഇത് അങ്ങനെ വലിയ കാര്യമായിട്ട് ആരും കൃഷി ചെയ്യണമെന്നില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ പുറത്തേക്കും അതേ റേറ്റ് വരുന്നുണ്ടെന്ന്. തിന്നാണ് നല്ല രസമാണ്, നല്ല മധുര. പക്ഷെ പച്ച ഒരിക്കലും തിന്നരുത് കേട്ടോ. പച്ച തിന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് കേടാന്നാ പറയണേ. അപ്പം അത്രയും. ഇനിയിപ്പോൾ എന്നിട്ട് കുറച്ച് ചീരും കൂടി അടിഞ്ഞിട്ട് കയറാം. പിന്നെ പടവലങ്ങ ഇതാണ്ടായി ഒടിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ പടവലങ്ങ നാശമായി പോയി ഒരെണ്ണം. മുളകും തൈകളൊക്കെ ഉണ്ട്, കുറേ പുല്ലും ഉണ്ട്. പിന്നെ ഒരു ദിവസം നിന്നിട്ട് ഒറ്റ വൃത്തിയാക്കല്. എന്നാലും ഒരു ദിവസം ഇതിനെ കണ്ടെത്തണ സമയം. ഒരു പരിപ്പും ചീരയും കൂടി വെക്കാൻ വെച്ചിട്ടാ ഒരു ചാറ് കറി. എൻ്റെ കുട്ടികൾക്ക് തന്നില്ലേ? നല്ല കുട്ടികളായിട്ട് ഇരുന്നോളൂട്ടാ. ചില സമയത്ത് എന്താ ഇവിടെ എത്ര ബഹളം? ആ അത് പോയി തിന്നെ, വയറ് നിറഞ്ഞില്ലേ? നമ്മുടെ നോക്കിയേ, ഞാന് ഇതാണ് കേട്ടോ നമുക്ക് വന്നതിലൊരു മാറ്റം വന്നിട്ടുള്ളത്. ചട്ടി വയല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുരപ്പന്മാരെന്താണെന്ന് അറിയില്ലതാ മാന്തികളിടുക. മോനും പറഞ്ഞു, അമ്മ എന്നും കാണാൻ രാവിലെ ഇങ്ങനെ മാന്തിടും. അവനും അതേ കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിൽ കയറ്റി വെച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം അതേപോലെ തന്നെ. ഇന്നിപ്പോൾ ഞാൻ അത് കയറ്റി വയ്ക്കാൻ വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ അടിച്ചു വാരലും കഴിഞ്ഞു. പെളിക്കുട്ടി എവിടെ പോണേ? അയ്യോ വിശന്നോ? വിശന്നിട്ട് അന്വേഷിച്ചു വന്നതാ പാവം. പെളിക്കുട്ടിക്ക് വിശന്നിടാ. വിശക്കുമ്പോൾ ഇവിടെ എനിക്ക് വരും കേട്ടോ. അപ്പോൾ എപ്പോഴും കെടുപ്പം അവൾക്ക് കൂടുതലും. വാ തരാം. ഞാനുണ്ടല്ലോ നമ്മുടെ ചീരയ്ക്ക് കഴുകി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് നാളികേരം. അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ പരിപ്പും ചീരയും കൂടി കുത്തി പിടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മക്കൾ പറയണു, അമ്മ ചീരത്തോരൻ വെച്ചാൽ മതി. എന്നാൽ പിന്നെ അവരിഷ്ടത്തിനാവാന്ന് വെച്ചു. കാരണം 2 ദിവസമായാലോ എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചിട്ട്. പിന്നെ അപ്പോൾ എനിക്ക് കുറച്ച് നാളികേരം ചെരുക്കെടുത്തു. പിന്നെ ഉച്ചയിലേക്കാണെങ്കിൽ അവർക്ക് ചോറ് വേണ്ട, പത്തിരി മതി. അപ്പോൾ പിന്നെ ഒരു പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഷായുടെ ചെമ്മീൻ പഠിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പത്തിരിയിലേക്ക് മറ്റേ ഗ്രേവി ടൈപ്പ് ചെമ്മീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിലേക്കായി, പത്തിരിയിലേക്കായി. ഇന്ന് അതൊക്കെയാണ് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ചീരയ്ക്ക് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ കുക്കർ അടുപ്പത്ത് കയറ്റി, ഒപ്പം തന്നെ ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചീരത്തോര റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചിട്ട് ഉള്ളിയും അതേപോലെ നമ്മുടെ കുത്തിപ്പൊടി മുളകൊക്കെ ഇട്ടതാ സാധാ ചീരത്തോര ഉണ്ടാക്കണ പോലെ തന്നെ കേട്ടോ ഉണ്ടാക്കണത്. നമ്മുടെ ചീരയ്ക്ക് ഒന്ന് വെള്ളം വെരിഞ്ഞ് വരെ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 സബോള, കാരണം കുറച്ചൊന്ന് കുറച്ച് എടുത്തേട്ടാ. കുക്കർ ചൂടായപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചീരത്തോര റെഡിയാക്കി. അപ്പോൾ ചീനച്ചട്ടി എടുക്കുമ്പോൾ ഇങ്ങോട്ടൊന്ന് ഇറക്കി വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചെമ്മീൻ റെഡിയാക്കാനുള്ള നമ്മുടെ കുക്കർ ഈ അടുപ്പിലേക്ക് കയറ്റി. കാരണം എന്താണെന്നറിയോ, ഈ ഒരു അടുപ്പാണ് എനിക്ക് ഇത്രയും കൂടി എന്താ പറയുക, ഇതിൽ തീരെ കുറവാണ്. ഈ ഒരു അടുപ്പിൽ നമുക്ക് ആവശ്യത്തിനൊരു തീ ഉണ്ടാവും. എന്നാൽ കുറച്ച് വയ്ക്കുമ്പോഴാണെങ്കിലോ അപ്പോഴും നമുക്ക് ആവശ്യത്തിനുണ്ടാവും. ആ ഒരു രീതിയിലാണ് കേട്ടോ. പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. നമുക്കറിയാം ചെമ്മീൻ അധികം വേവില്ല എന്നറിയാം, എങ്കിലും കുക്കറിൽ വെക്കുന്ന ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സബോളയും ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി വന്നപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയി കഴിയുമ്പോൾ അതിലേക്ക് തക്കാളിയും സബോളയും കൂടി അടിച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചെമ്മീൻ അതിലേക്ക് ഇടും.
എന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി നമ്മളിതാ മൂടി വയ്ക്കുകയാണ്. മൂടി വെച്ചിട്ട് ഒരു വിസിൽ വന്ന് അതിൽ ടയർ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം കേട്ടോ. കുക്കർ വിസിൽ വന്നപ്പോൾ ഞാൻ അത് അങ്ങോട്ട് ഇറക്കി വയ്ക്കണം കേട്ടോ. ഇനി എന്നിട്ടാണെങ്കിൽ പത്തിരിയും കൂടി ഒന്ന് ചുട്ടെടുത്താൽ മതി. പത്തിരി ചുട്ട് വരുമ്പോഴേക്കും ഇതിൽ ടയർ പോയി ആയിട്ട് നമുക്ക് തുറക്കുള്ളൂ കേട്ടോ. അപ്പോൾ പത്തിരിക്കുള്ളത് ഞാനിതാ പൊട്ടിയൊക്കെ വേവിച്ച് മുന്നേ തന്നെ ഇതാ ബോളുകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പത്തിരി ഉണ്ടാക്കുന്ന നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പത്തിരി അത്യാവശ്യം വലിപ്പം ഉണ്ടാവും കേട്ടോ. കുഞ്ഞ് പത്തിരി ആണെങ്കിൽ 2 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോളാക്കിയിട്ടാണ് വൃത്തി നോക്കുന്നത്. കുക്കറിൽ ടയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. നോക്കിയേ കണ്ടോ, അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട് കണ്ടോ. എങ്കിലും നമ്മളൊന്ന് തീ കുറവിൽ 1 മിനിറ്റ് ഒന്ന് വെക്കൂട്ടാ. അപ്പോൾ ഒന്ന് നന്നായിട്ട് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരും കണ്ട. ഇതേപോലെയൊക്കെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കിയ ഒരു കതിര് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ് കേട്ടോ നമ്മുടെ ഈ ചെമ്മീൻ കറി. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അത് ലാസ്റ്റ് പത്തിരിയാണ് ഞാൻ ചുടാൻ ഇട്ടിട്ടുള്ളത്. നോക്കി നമ്മുടെ ചീരത്തോരൻ റെഡിയായി. പിന്നെ ഇതാ നമ്മുടെ ചെമ്മീൻ കറി. അപ്പോൾ പത്തിരി റെഡിയായി. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം വരെയുള്ള കറി ആയിട്ടുണ്ട്. ഇനി രാത്രിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും. അതല്ലെങ്കിൽ ഇന്നിങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഞങ്ങളിതാ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. ചെമ്മീൻ ഗ്രേവി പത്തിരി ഞാൻ ഷാട്ടിന് ഉച്ചയ്ക്ക് ചോറിനാണ് അതൊരു സുഖം. പിന്നെ വേണമെങ്കിൽ എടുക്കാൻ വെച്ചിട്ട് പത്തിരി കൊണ്ടുവച്ചതാ. എവിടെ പോയാലും നമ്മുടെ വീട്ടിലത്തെ ഫുഡ് തന്നെ ഒരു പ്രത്യേകത. അതായത് ഇഷ്ടപ്പെടാൻ നമുക്ക് ഇപ്പൊ മറ്റു മോശം എന്നല്ല അർത്ഥം. നമുക്ക് ഇവിടെ ആകുമ്പോ ഇങ്ങനെ ലാവിഷായിട്ട് അടിക്കാം. ഇതേമാതിരി വെളിക്കുട്ടിയെ ഷായട്ടിനെ കോഴിക്കുട്ടികളെ മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴിക്കുട്ടികൾ ഉള്ളത് നമ്മൾ അവിടെ തന്നെ ചെറിയ കൂട്ടിലാട്ടോ. അപ്പോൾ അതിൽ കുറച്ച് സിന്ദൂരൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കണം കോഴിക്കുട്ടികൾ വരുമ്പോഴേക്കും. ഇതാണ് ചിന്തൂര് കേട്ടാ. മരമൊക്കെ ഇങ്ങനെ ചീകണത്. ഇതാണ് നമ്മൾ കോഴിക്കൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കാറ്. എന്താ ഇങ്ങനെ കിടക്കല്ലേ. നമ്മളെ കോഴിക്കുട്ടികളെ ആദ്യം വലിയ കൂട്ടിലാട്ടിടാറ്. ഇപ്പൊ ഈ പ്രാവശ്യം തോന്നി ഇതിപ്പോ പുതിയതായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തതാപ്പണ്. അപ്പൊ ഈ കൂട്ടിലിട്ട് കൊടുക്കാന്ന് വെച്ചു. അപ്പൊ അവരെ നമുക്ക് അവിടെ നിന്നായാലും കാണാലോ. നിങ്ങൾക്ക് പുതിയ ആൾക്കാർ വരും കേട്ടാ. നിങ്ങൾ നോക്കിയോളാം വരാന്നിട്ട്. കേട്ടല്ലോ. ഇനി ഒരു ബൾബ് ഇട്ട് കൊടുക്കണം നമുക്ക്. വയറൊക്കെ നമ്മള് എന്താ പറയാ എപ്പോഴും ഇങ്ങനെ കോഴിക്കുട്ടികളെ വളർത്തണ കാരണം ഇങ്ങനെ കളക്ഷനൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട്. ബൾബ് മാത്രമാണ് നമ്മൾ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ട് വരല്ലോ കേട്ടാ. കുഴപ്പമില്ല, കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുറേ നാളായി എൻ്റെ കുട്ടികളെ വളർത്തിയിട്ട്. ശരിക്കും ഇപ്പോൾ നമ്മുടെ ചൂടാണ്. ഈ ചൂടുള്ള കാലത്ത് ശരിക്കും കോഴിക്കുട്ടികൾ നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടാ. കാരണം കേടുകളൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു സമയമാണ്. പക്ഷെ നമ്മളിപ്പോൾ എന്താ പറയുക കുറേ നമ്മുടെ കുഞ്ഞു കോഴിക്കുട്ടികളൊക്കെ ഇങ്ങനെ ഇല്ലാണ്ടായി ഇപ്പോൾ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്തിരി ഒരു പുതിയൊരു മോഡൽ കോഴിക്കുട്ടികളെ കേട്ടാ മേടിക്കണേ. കോഴിക്കുട്ടികൾ കാട്ടിത്തരാം. ഇപ്പോൾ എത്തുഷായിട്ടേ ബൾബൊക്കെ ഇട്ട് വരുമ്പോഴേക്കും എത്തും. ഇനി നമ്മൾ കോഴിക്കുട്ടികൾക്ക് വെള്ളം വയ്ക്കാനുള്ള പാത്രം. ഇത് നമ്മുടെ പഴയ പാത്രം കേട്ടാ.
എപ്പോഴും മേടിച്ചിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും എപ്പോഴും പാത്രങ്ങൾ. അപ്പം ഇതിൽ കുറച്ച് വെള്ളം എടുക്കാം. അയ്യോ പേലിക്ക് എടുക്കാട്ടോ, പാവൻ ചൂടെടുത്തിട്ടാവണം. തണവ് നോക്കിയൊക്കെ എടുക്കണം. നോക്കിയേ, ഒന്നാമത് ആൾക്ക് പോലെ ബുദ്ധിമുട്ടുകളും തോന്നുന്നുണ്ടാവും, അതൊക്കെ ആയിരിക്കും പാവം. അപ്പോൾ അവിടെ നിന്ന് വെള്ളം എടുക്കാം. നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാം ആദ്യം, കുറച്ച്, അധികമൊന്നും വേണ്ട. ഇതാ ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്രയൊക്കെ ഇട്ടാൽ മതി, കേടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള കുടിക്കാനുള്ള വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുറേ കേടുകളൊക്കെ കുറയും കേട്ടോ. എന്താ നിനക്ക് വേണത്? ഇന്ന് കുടിക്ക്, വേണ കുടിക്ക്, വേണ എന്നാ വേണ്ട. ഇനി ഇവർക്കൊരു ബൾബ് ഇട്ട് കൊടുക്കണം നമുക്ക്. എന്തിട്ടല്ലോ നോക്കണേ, ശ്രദ്ധിച്ച് നോക്കണ്ടല്ലോ. അല്ലേലും കിടക്കണ കണ്ട അല്ലേ, ജന്തുക്കളെ എങ്ങനെ കണ്ടല്ലോ. നമ്മൾ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക സ്റ്റാർട്ടർ. ഇതേപോലത്തെ തീറ്റയാണ് കേട്ടോ. ലൈറ്റ് ഇട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊണ്ടോ. അല്ലുമോളോ, ദേ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ. അയ്യോ എല്ലു പേടിച്ചാ? അയ്യോ അവള് പേടിച്ചു. അതായത് ഈ കളറില്ലേ, ഇങ്ങനത്തെ കളറ്, ഇത് സേസ എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാട്ടാ. ഇതൊക്കെ ഈ കറുപ്പും വൈറ്റും കൂടി അടകലർന്നിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ 5 പേരുണ്ട്. ഇവർ പുള്ളിക്കോഴി എന്നാ പറയുക. ഇവർ വളർന്ന് വരുമ്പോൾ മേൽ നിറച്ച് പുള്ളിയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം അങ്ങനെ 5 പുള്ളിക്കോഴികളെയും 12 സേസ അങ്ങനത്തെ കോഴികളെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടാ. കൊണ്ടുവരട്ടെ. അല്ല് പേടിച്ച് ഓടി തുറന്ന വൈക്ക് അവിടെ പോയിരുന്നോള്. അയ്യോ അയ്യോ അങ്ങോട്ട് കിടക്ക. നിങ്ങൾ ഇങ്ങോട്ട് ചാടില്ല. ഇവരെ ചാടണോണ്ടല്ലേ ഇവർ അപ്പം എൻ്റെ ചെടികൾ കൊത്തു. ചെല്ല്. അങ്ങനെ വായോ അങ്ങനെ ഉഷാറായിട്ട് ഓടി നടന്ന് വലുതായോളോട്ടാ. എന്ത് രസമാണെന്നറിയോ, ഈ ഒരു പ്രായത്ത് വരെ നോക്കിയിരിക്കാൻ തന്നെ നമുക്ക് സുഖമാണ്. അത്രയും ഭംഗിയാ. കുറച്ചു നേരം ഇവിടെ നോക്കിയിരുന്നാലേ ഇവരുടെ തല്ലൂട്ടം കാണാട്ടാ. ഭയങ്കര രസമാണ് ഇത്രയും പ്രായത്തിലുള്ളവരുടെ തല്ലൂട്ടം. നമ്മുടെ ഒരു ഷോർട്ടിൽ ഞാൻ വിട്ടിട്ടുണ്ട് അങ്ങനെ. ഇവര് ഒരു ദിവസം പ്രായമായ കുട്ടികളാട്ടാ. നോക്കിയേ അവരിതാ എത്ര ഉഷാറിലാന്ന് നോക്കിയേ. ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. കൊത്തി പറിക്ക് തിന്നു തുടങ്ങി. ഇതാ ആദ്യം വെള്ളം കുടിക്കി. നമ്മൾ ആദ്യമൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ വീട്ടിലൊക്കെ കൊത്തി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് കോഴികൾ ആടിയിരിക്കല്ലേ. അപ്പം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുമ്പോൾ എടുത്തിട്ട് നേരെ എന്താ പറയുക ഇത്തിരി വെള്ളം കൊടുത്തിട്ട് അങ്ങനെയാണ് ഇരുമ്പുമ്മിക വെക്കുക. ഇപ്പോഴും നമ്മൾ അങ്ങനെയില്ല, നേരെ കൊണ്ടുവിടെ ഇറക്കുക. അതേപോലെ ഇനി ഇവര് ഇവിടെ കിടന്ന് വളരട്ടെ. ഈ പുള്ളിക്കോഴി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന കോഴിയാണെങ്കിൽ കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിക്കോഴി എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ് ഷായറ്റിനോട് പുള്ളിക്കോഴി ഉണ്ടെങ്കിൽ മേടിക്കാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്ന മോഡലാണെങ്കിൽ വളർന്നു വരുമ്പോൾ നല്ല ഭംഗി, നല്ല രസമായിരിക്കും അവരെ പുള്ളി. നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത്. ചില സമയത്ത് നമ്മളെ ഗിരിക്കോഴികൾ അങ്ങോട്ട് സൗണ്ട് എടുത്ത് തുടങ്ങും. അപ്പം നമ്മുടെ ചെവിട്ടിലേക്ക് കുത്തി കയറണ പോലെയാ. അതവരെ ചില സമയത്താണ്. അതെന്താണ് അവങ്ങനെ തിക്കിൻ്റെ കൂട്ടെന്ന് അറിയില്ല കേട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടെന്നറിയോ, ഇന്നിപ്പോൾ രാത്രിയിൽ പ്രീതി വരാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ചക്ക വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷായിട്ട് ചക്കിടാൻ നോക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോട്ടെ.
ചക്കേ നമ്മുടെ ഇടുമ്പോഴേ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നേരെ ചട്ടിമിക്ക വിടുക. അതേപോലെ എല്ലാ ചക്കി നിൽക്കണേ. തെളിക്കിയേ ഷൈട്ട, എത്രയും ഭാഗത്ത് ചട്ടി മാറ്റിയാൽ മതിയില്ലേ ഷൈട്ടാ? മതിയല്ലേ? മതി. പാവായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് എന്താണ് പേളിക്കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കൂടിയെന്ന് എനിക്കൊരു പിടുത്തൂല. എല്ലാവർക്കും നമ്മളതെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവൾക്ക് മാത്രമേ പ്രത്യേക സ്നേഹം ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നേ. പാവം. അല്ല, ബാക്കി നമ്മുടെ ഇവിടെയുള്ള മറ്റുള്ള പട്ടികൾ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ആദ്യം, ഇങ്ങനെ ചുറ്റിപ്പറ്റി. അവർക്ക് ഇപ്പോൾ പ്രായമായപ്പോഴുണ്ടാവില്ല ഭക്ഷണം കഴിച്ച് ആ ഫ്രണ്ടിൽ വണ്ടിയുടെ അടിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കണത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായപ്പോൾ അന്ന് ഞാൻ പിന്നെ അവിടെ പോയി കിടക്കാന്നുള്ള പോലെ പോണ ആള്. ആ ചാർലി കുട്ടാ, നിന്നെ എപ്പോഴും അയച്ചു വിട്ടേ? ചാർലി കുട്ടനെ അയച്ചു വിട്ടേ. ചാർലി കുട്ട ഓടി ഇങ്ങോട്ട് വരും. ഇവനെ കണ്ടു കഴിഞ്ഞാൽ പേളിക്ക് ഭയങ്കര ദേഷ്യ. പേളി ഓടിപ്പിക്കാൻ നോക്കുവനെ. ഇനി ഇവനങ്ങനെ എൻ്റെ അടുത്ത് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. നോക്കി ഇങ്ങനെ നിൽക്കും ചുറ്റിപ്പറ്റി. ഷൈട്ടാ, ഇനി ഷൈട്ടേ ഏതിട്ടൊക്കെ ഇടണേ? ഞാനിത് ഈ അടിയിലിട്ടിടണല്ലോട്ടാ. കാര്യത്തിരണല്ലോ. മോളി കാരണം വലിയ ചക്കളൊക്കെ മോളിലാ. നമ്മള് റിസ്ക് എടുക്കണ പോലെയാവൂല്ലേ? അത് നമ്മളെ തെങ്ങ് കയറുന്ന ആള് വരുമ്പോ ആക്കാം. അപ്പൊ മുകളില് നമുക്ക് ചക്ക നിക്കുന്നുണ്ട് കണ്ടോ, പക്ഷെ കിട്ടില്ല. അപ്പൊ ഷൈഡ് തോട്ടുകൊണ്ട് എത്തണത്. പിന്നെ കുഴപ്പമില്ല, അവൾക്ക് കറി വയ്ക്കാനാ, ഷൈഡ് ഉപ്പേരിക്കാനാ. രണ്ടും കൂടി വീണു. അയ്യോ, ഒരെണ്ണ അതിന് തീരെ ചള്ളായി പോയി അല്ലേ? ഇത് നമുക്ക് കാലത്ത് കളിക്കാം, നാളെ രാവിലെ കഞ്ഞിക്ക്. ആ ശരിയാ, നമുക്ക് എടുക്കാം. പിന്നെ ഇത് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം മൂപ്പായിട്ടുണ്ട്. ആ അതന്നെ, അത്യാവശ്യം നല്ല മൂത്ത ചക്ക കണ്ട. തക്കാളി പൊട്ടിച്ചില്ലേ? അത് ഞാൻ വരുമ്പോഴേക്കേ പറഞ്ഞേ വന്നോളൂ കേട്ടാന്നുള്ളത് ഉണ്ടായിരുന്നു. ചേട്ടൻ പറമ്പിലേക്ക് വേഗം പോന്നു. എനിക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നല്ലോ, അപ്പൊ ഇന്ന് ഒരുമിച്ച് ഇറങ്ങാൻ പറ്റിയിട്ടായിരുന്നില്ല. അപ്പൊ നോക്കിയാ ഇത്രയും തക്കാളി നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടാ. ചേട്ടൻ നല്ല ഭംഗിയിൽ പൊട്ടിച്ചെടുത്താ, കോലിയൊക്കെ ആയിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്താ. അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീര, ഒരു പിടി ചീര നമ്മുടെ പണിസ്ഥലത്ത് കുട്ടിക്ക് രാത്രിയിൽ വെക്കാനായിട്ട് ഒരു പിടി ചീര വേണമെന്ന് വേണ്ട. അപ്പൊ അതറിയാം. പിന്നെ കുക്കമ്പറൊക്കെ പൊട്ടിക്കാനുണ്ട്, നമ്മളന്ന് പോകുമ്പോൾ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചെടുക്കട്ടെ. കണ്ട കുക്കുമ്പർ നമ്മൾ അന്ന് പോകുമ്പോൾ പൊട്ടിക്കാണ്ട് വെച്ച കാരണേ ഇവർക്ക് ഇതെല്ലാം വെള്ളരിക്കണം പോലെ വലുതായി തുടങ്ങിയണ്ട. നമ്മള് പതുക്കെ വയ്ക്കാം. തക്കാളി പ്ലിങ്ങല്ലേ, ഇതൊക്കെ കഴിക്കേണ്ട ഒരു ഇതിനായിട്ടുള്ള. ഇതടിയിൽ നിൽക്കണ്ട. ഇതിലൊക്കെ കുഞ്ഞിതാ, ചെറുതാ. ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് മതി. കണ്ട ഈ വലിപ്പമുള്ളവരൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തായാലും ഇപ്പം പൊട്ടിക്കണില്ല. ഏട്ടാ നമ്മള് കയ്പക്കായ ഉണ്ട്, അതുകൊണ്ട് പൊട്ടിച്ചെടുക്കട്ടെ. എന്തായാലും ഒരെണ്ണം ഉണ്ട്. പിന്നെ അടിയിലൊക്കെ ചെറുതുകളുണ്ട്, അതൊക്കെ ഒന്ന് വലുതാവട്ടെ. അധികം വലുതാവാത്തൊരു ടൈപ്പ് കയ്പക്കായ നമ്മൾ അന്ന് പോകുമ്പോഴും ഒരെണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചീര അരിഞ്ഞിട്ട് കൊടുക്കാം. നന്നായി വലുതായത് ഇത് മതി. അവനെ ആ കുട്ടിക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണ്. അപ്പൊ കുറച്ച് മതി ചേച്ചിന്ന് പണ്ടായിരുന്നു. കാരണം നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും വരുന്ന കുട്ടികളാണ്, അവർക്ക് എന്നാണെങ്കിലും നമ്മൾ അരിഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് അവരധികം വേണ്ട, ഒരു പിടിയിൽ തന്നെ എടുത്ത് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇനി പോവാം. തക്കാളി എടുത്തിട്ട് വെച്ചേ. കൺമണിക്കുട്ടി ഒരു ഹായ് പറഞ്ഞ നമുക്ക് ആദ്യം. അപ്പോൾ പ്രീതി ചക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അവൾ വന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ 9:30 രാത്രി ടൈമിൽ ഞങ്ങൾക്ക് കൂടുതൽ യാത്ര. അഥവാ അങ്ങനെയാണ് കൂടുതൽ. എവിടെ കൺമണി എവിടെയാ?
ആ പ്രീതി തക്കാളി പൊട്ടിച്ചത് കുക്കമ്പർ ഇരിക്കുന്നുണ്ട്, വേണേ കൊണ്ടോണ. ഇന്ന് പൊട്ടിച്ചതാ, ഞാൻ ഇപ്പം എടുക്കാം, ഇതിൽ വെച്ചിട്ട് എടുക്കാം. ബാക്കിൽ വെക്കാം അല്ലേ? ഞാൻ എടുത്തിട്ട് വരാം കേട്ടാ. എല്ലാ പ്രാവശ്യം പ്രീതിക്ക് പച്ചക്കറി പൊട്ടിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഇരുന്നിട്ടാണ് കിട്ടാറ്. ഇന്ന് പിന്നെ അതേ ദിവസം വന്ന അവൾക്ക് കൊണ്ടുപോകാറേ. ഇപ്പൊ പിന്നെ 2 പേരും വലിയ കുഴപ്പമില്ലാണ്ടായി തുടങ്ങി. പക്ഷെ ഇഷ്ടമല്ല, 2 പേർക്ക് അങ്ങനെ ഇഷ്ടമല്ല. അല്ലുവിനെ തോന്നുന്നത് പേളിക്ക് ഇഷ്ടമല്ല, പേളിനെ തോന്നുന്നത് അല്ലുവിന് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടടാ. അവള് തൊട്ടോ ഒന്നും ചെയ്യില്ല അവള്. പേളിക്കുട്ടി അല്ല, പേളിക്കുട്ടിയല്ല, അല്ലു തൊട്ടോട്ടല്ലോ. ഇല്ലടാ, അവളെ നമ്മള് പേളിയോട് മിണ്ടിയില്ലേ, ആ ദേഷ്യം ഉണ്ടെങ്കിൽ അവള് കൈ കൊണ്ട് തട്ടും. തൊടണ്ടെന്ന് പറയും നമ്മളെ. ദേഷ്യാണ്, ഭയങ്കര ദേഷ്യ. അവിടെ ഒക്കെ ഇരുന്ന് നിരീക്ഷിക്കുന്നുണ്ടാവും. ഇവിടെ വരുന്നവര് ആരൊക്കെയാണോ സ്നേഹിക്കണേ അവൾക്ക് മുൻതൂക്കം കൊടുക്കണം. അയ്യോ പാവ പേളി കേട്ടടിയേ അല്ലേ, ഇങ്ങനെ നിന്ന് തരും. ഡ്രൈവ് ചെയ്യണ ആള് വന്നിട്ടില്ലല്ലേ. കാണുമ്പോൾ നമുക്ക് ടാറ്റ കൊടുക്കാം അവർക്ക്. വാ ടാറ്റ കൊടുത്തേ. അപ്പൊ ഇത് ശ്രദ്ധിച്ചോ. മഞ്ഞപ്പൂൾ അതാണ് ചവിട്ടുണ്ട്. ബൈ പറഞ്ഞേ. എല്ലാവരും ഉണ്ട്. ആ പേളിയും ചാർലിയും ഒക്കെ ഉണ്ടല്ലോ. പറയാ നമുക്ക്. ആ ചാർലി അല്ല, ചാർലി കൂട്ടൊരു പാവല്ലേ. പേളി പണങ്ങി പോണു. ചാർലിന് തൊട്ട പേളി പണങ്ങും. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയുള്ളൂ കേട്ടാ. അപ്പൊ നമുക്ക് വീഡിയോ നിർത്താൻ മണിക്കുട്ടിയെ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.